എന്തായാലും മോൻ്റെ സ്കൂൾ വരെ വന്നിട്ടുണ്ട്. അവൻ്റെ ടി സി വാങ്ങാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്താണെങ്കിലും നമ്മൾ ടി സി ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അവന് വേറെ സ്കൂളിൽ ചേർക്കണമല്ലോ. അപ്പോൾ എന്താണെങ്കിലും അവന് വേറെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് പോണ വൈക്കലാണ് ഏട്ടത്തിൻ്റെ വീട്. അപ്പോൾ വിചാരിച്ച് അവിടെ നിന്ന് കയറാം. അപ്പോൾ കുറച്ച് ബേക്കറിറ്റും ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. സ്കൂളില്ലാത്തല്ലേ കുട്ടികളൊക്കെ ഇടണം. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയത് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ സ്കൂളിലൊക്കെ ചേർത്തി നമ്മൾ ഇനി തിരിച്ചു വരുമ്പോൾ ഓളെ വീട്ടിൽ കയറാമെന്ന് വിചാരിച്ചു. ഇപ്പം തന്നെ ടൈം 12 ആയിട്ടുണ്ട്. അപ്പം എന്നുണ്ടെങ്കിൽ ഓളെ വീട്ടിലെത്തുമ്പോൾ എന്തായാലും ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ടാവും. അപ്പോൾ അവളെ വീട്ടിൽ ലഞ്ചിന് എന്താ ഉള്ളത് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ തിന്ന ഇല്ലെങ്കിൽ തിന്നണ്ട അങ്ങനെ വിചാരിച്ചിട്ട്. അവൻ എൻ്റെ ആൾക്കാരെ വിട്ടു പോകുമ്പോൾ അങ്ങനെയാണല്ലോ. നമുക്ക് ലഞ്ചിൻ്റെ ടൈം ആയാലും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമുക്ക് തിന്നാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിന്നാം ഇല്ലെങ്കിൽ തിന്നണ്ട. അങ്ങനത്തെ ഒരു ലെവലിലാട്ടോ നമ്മൾ പോയിട്ടുണ്ടായിന്. ഞാനെന്താണെങ്കിലും പ്രത്യേകിച്ചൊന്നും എൻ്റെ വീട്ടിൽ ലഞ്ചിന് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ചക്കക്കൂട്ടാനും ചോറും സാമ്പാറും മീനും എല്ലാതും ഉണ്ടായിട്ടോ. അങ്ങനെ ചെന്നൈക്കനെ ഞാൻ കണ്ടത് ഒരു മൈസൂർ പഴക്കൊല കേട്ടോ. അപ്പോൾ അതിന്നൊരു പഴം എടുത്തിട്ട് ഞാൻ തിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എടുത്തി പിന്നെ നമുക്കെല്ലാവർക്കും ബദാം ഷേക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും അതൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മളെല്ലാവരും ഇവിടെ കുറച്ച് സറ പറഞ്ഞൊക്കെ ഇരുന്നുണ്ട്. പിന്നെ നമ്മളോട് പറഞ്ഞു നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ച് പണിക്കാർക്ക് ഉണ്ടാക്കി സാമ്പാറും ചോറായിരിക്കും. എനിക്ക് നാടൻ ഫുഡിനോട് കേട്ടോ ഭയങ്കര താല്പര്യം. അപ്പോൾ അതായിരിക്കും വിചാരിച്ചിട്ടോ. പക്ഷേങ്കിൽ നമ്മൾ വന്നുകൊണ്ട് തന്നെ അളയാക്ക് അപ്പം തന്നെ കടയിൽ പോയിട്ട് നമുക്ക് മന്തിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിട്ട് അപ്പോൾ നല്ല ടേസ്റ്റുള്ള മന്തിയുണ്ട്. അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് എൻ്റെ വീട്ടിലേക്കാണ്. അങ്ങനെ അവിടുന്ന് കാക്കോള 2-3 മക്കളെ എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലുള്ളൂ. അപ്പോൾ